ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളുടെ മോഷനിലുണ്ടാകുന്ന 4 പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. ഈ രീതിക്കൊക്കെ ആയിരിക്കും ഏറെക്കുറെ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയറ്റിൽ നിന്ന് പോകുമ്പോഴേക്കും വ്യത്യാസം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഈ പറയുന്ന തരത്തിൽ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ആളുകൾക്ക് ബ്ലീഡിങ് ചെറുതായിട്ടുണ്ടായതിനു ശേഷവും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷണങ്ങളില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ബ്ലീഡിങ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ചെറുതായിട്ടാണ് പോയതെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തത് നോക്കുക. അതിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഓരോരുത്തരുടെ സക്സസ് സ്റ്റോറീസ് ആയിട്ട് ഡേ ബൈ ഡേ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ടിപ്സ് പറ്റുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പലതരത്തിൽ നമ്മുടെ ശരീര അവയവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. തലമുടി മുതൽ കാലിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഫിംഗറിൻ്റെ നഖം വരെ ഈ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ബോഡി പ്രിപ്പയർ ആകുന്നത് കുഞ്ഞിനെ നല്ല രീതിയിൽ ബോഡിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന പല മാറ്റങ്ങളും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. പ്രഗ്നൻസിയും ഡൈജഷനും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടൊരു റിലേഷൻ ഉണ്ട്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ പല ശരീരത്തിലെ പ്രവർത്തനങ്ങളും ഒന്ന് സ്ലോ ഡൗൺ ആവുന്നുണ്ട്. അതുപോലെ സ്ലോ ഡൗൺ ആകുന്ന ഒന്നാണ് നമ്മുടെ ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആകുമ്പോൾ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നുണ്ട്. ഓവുലേഷൻ സമയത്ത് ലൂട്ടിയൽ ഫേസിൽ നമുക്ക് 2 ഹോർമോൺസ് ആണ് വേണ്ടത്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹോർമോൺസ്. ഇതിൽ 2 ഹോർമോൺസും 2 ഫേസിലും നമ്മുടെ ശരീരത്തിൽ എല്ലാ മാസവും പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഈ ഹോർമോൺസിന്റെ ഒക്കെ ഹൈക്ക് നമുക്ക് തുടക്കത്തിൽ ഭയങ്കര കൂടുതലായിട്ട് വരുന്നത് കൊണ്ടും നമ്മുടെ ശരീരം ഇതുമായിട്ട് അങ്ങനെ ഫെമിലിയർ അല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് മാറ്റങ്ങൾ നമുക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിലെ ക്രമാതീതമായിട്ട് ഒരു പ്രഗ്നൻസി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉയരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദഹനം ഒന്ന് സ്ലോ ഡൗൺ ആകുന്നു. കുടലിന്റെ പ്രവർത്തനങ്ങളും ഡൈജഷൻ പ്രവർത്തനങ്ങളും സ്ലോ ആകുന്നത് കൊണ്ട് തന്നെ മോഷൻ പോകുന്ന സമയത്ത് നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്ന സമയത്തും ഇതിനനുസരിച്ചിട്ട് വ്യത്യാസം തുടക്കത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ചില ആളുകൾക്ക് ഡയറിയ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഡയറിയ അല്ലെങ്കിൽ ലൂസായിട്ട് മോഷൻ പോകുന്ന ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ ലൂസ് മോഷൻ പോലെ അങ്ങനെ വിട്ട പോലെ അങ്ങോട്ട് പോവില്ല, പക്ഷേ ഒരു ബലമില്ലാത്ത രീതിക്കോ അല്ലെങ്കിൽ ഒരു പിടുത്തം നമ്മൾ കൊടുക്കേണ്ടാത്ത രീതിക്ക് മോഷൻ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ കട്ടിയുള്ളതായിരിക്കും. കട്ടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയുള്ളതായിരിക്കില്ല, പക്ഷേ ഒരുപാട് വാട്ടറി ആയിരിക്കില്ല. ആ ഒരു ഫോമിലായിരിക്കും നമുക്ക് മോഷൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്താണെന്ന് നോക്കാം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും യൂട്രസ് എക്സ്പാൻഡ് ആകുന്നതിനും ആ ഒരു സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ശരീരത്തിലെ മസിൽസും ജോയിൻസും ഒക്കെ ഒന്ന് റിലാക്സ് ആകുന്നതിന് വേണ്ടിയിട്ടും ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. ഇത് മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടും എക്സ്പാൻഷൻ പ്രോപ്പറായിട്ട് നടക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ഡയറിയ, നമ്മുടെ ആ ഒരു അനൽ പോർഷനിലുള്ള ആ ഒരു മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ മോഷൻ പാസ് ചെയ്യുമ്പോഴേക്കും ഒരു പിടുത്തമില്ലാതെ അത് പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ജോയിൻസ് ഒക്കെ സ്ട്രെച്ച് ആകാനായിട്ട് സഹായിക്കുന്നത് ഇതായതുകൊണ്ടാണ് നമ്മുടെ മസിൽസ്, ആ ഒരു പോർഷനിലുള്ള മസിൽസ്, റെക്ടം പോർഷനിലുള്ള മസിൽസ് ഒക്കെ ഇതുപോലെ അങ്ങ് റിലാക്സ് ആവുന്നത് കൊണ്ടാണ് പലർക്കും ഡയറിയ ഉണ്ടാവുന്നത് കേട്ടോ. ഇത് ലൂസ് മോഷൻ ആയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. കാരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഡയറിയ പോലെ നമുക്ക് പോകാം. ചിലപ്പോൾ ലൂസ് മോഷൻ ആയിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ ഇതിനെ വിട്ടടിച്ച് ഒരുപാട് ദിവസം നമുക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പിടുത്തമൊന്നും കൊടുക്കേണ്ടാത്ത രീതിക്ക് ഒരുപാട് ഹാർഡും ഒരുപാട് ലൂസും അല്ലാത്ത രീതിക്ക് സ്റ്റൂള് പോകുന്ന ഒരു അവസ്ഥയുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് വയറിലും മറ്റു പല അസ്വസ്ഥതകൾ ഉണ്ടാകാം. വയറൊരു ബേണിംഗ് സെൻസേഷൻ പോലെയോ അല്ലെങ്കിൽ ഭയങ്കര ഒന്ന് എന്താ പറയുക, വയറിൽ നമുക്ക് തൊടുന്ന സമയത്ത് ഒരു ബ്ലോട്ടിങ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. വയറ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുകയോ പൊക്കിളിന് മേപ്പോട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് വേദന തുടർച്ചയായിട്ട് ഇങ്ങനെ കുത്തുന്നത് പോലെ വേദന ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. വയറിൽ നീര് വീഴുന്ന സമയത്ത് നമുക്കിങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
രണ്ടാമത്തേതെന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. കോൺസ്റ്റിപ്പേഷനും പ്രഗ്നന്റ് ആകുന്ന മെജോറിറ്റി സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് വയറ്റിൽ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ആ ഒരു ടൈം പീരീഡിലൊക്കെ കടന്നു പോകുമ്പോഴേക്കും ഫൈബർ ഇൻടേക്ക് ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് കൂടി വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതും അതിന്റെ ഭാഗമായിട്ട് ഡൈജഷൻ ഒന്ന് സ്ലോ ഡൗൺ ആയി പോകുന്നതും ഒക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് കൂട്ടുന്നത് കേട്ടോ. ഈ സമയത്ത് നമ്മൾ വയറ് പ്രഷർ കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നു ആ മോഷൻ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പോയി കഴിഞ്ഞാലും മുഴുവനായിട്ട് പോയി തീരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനും ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് മാറാറുണ്ട് കേട്ടോ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നമ്മുടെ പെൽവിക് ഭാഗവും ആ ഒരു പോർഷനൊക്കെ ഒന്ന് എക്സ്പാൻഡ് ആകാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ മാലാസന എക്സസൈസ്, മാലാസന വാക്ക്, അങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ഒന്ന് വൈഡൻ ആകുന്ന രീതിക്ക്, പെൽവിക്കിന്റെ ഭാഗമൊക്കെ ഒന്ന് വൈഡ് ആകുന്ന രീതിക്കുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നത് കോൺസ്റ്റിപ്പേഷന്റെ ഒരു എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇനി ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് കൂടി പോയി കഴിഞ്ഞാൽ മറ്റു പല ബുദ്ധിമുട്ടുകൾ, പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് അടുത്തൊരു രീതിക്ക് സ്റ്റൂള് പോകുന്നത്. മൂന്നാമത്തെ പോർഷൻ നമുക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്ന ബ്ലഡിലൊക്കെ നമുക്ക് ചിലപ്പോൾ ആ ഒരു പോകുന്ന മോഷനിലൊക്കെ നമുക്ക് ബ്ലഡിന്റെ സ്റ്റെയിൻസ് കാണാനായിട്ട് സാധിക്കും. ചെറുതായിട്ട് ആ ഒരു ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബ്ലഡ് ഇങ്ങനെ ഒരു മോഷൻ പാസ് ചെയ്തിരിക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ലെക്ടൽ പോർഷനിലുള്ള ഭാഗത്തൊക്കെ പ്രഷർ കൊടുക്കുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും ഒരു സ്റ്റെയിൻസ് കണ്ടുവരുന്നത് കേട്ടോ. ഇത് ഹെമറൈഡ്സ് പോലുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും കാരണമാവുന്നു. ഹെമറൈഡ്സ് നമുക്ക് ഉണ്ടാകുന്നത് പൈൽസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണ്. ആ ഒരു ഭാഗത്ത് റെക്ടം ആ ഒരു പോർഷനിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ ആ ഒരു വെയിൻസ് ഒക്കെ ഒന്ന് ബൾജ് ചെയ്തിരിക്കുന്നത് പോലെ, ആ ഒരു സ്കിന്നൊന്ന് ബൾജ് ചെയ്തിരിക്കുന്നത് പോലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകും. ആ സ്ഥലത്ത് നമ്മൾ ഒന്നും കൂടി പ്രഷർ കൊടുത്തിട്ട് മോഷൻ പാസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അസ്വസ്ഥത ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് ഭയങ്കര പുകച്ചിലായിരിക്കും, ഒന്നും ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നന്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത്. ഇനി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഈ സിറ്റുവേഷൻ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കുറച്ചൊന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. സിറ്റുവേഷൻ ഒന്ന് വേഴ്സ് ആയിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ പഴങ്ങൾ ധാരാളം കഴിക്കുക, ചീര ധാരാളം കഴിക്കുക, ഇതെല്ലാം ഫൈബർ നാരുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് മോഷൻ പോകാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഇത് മൂലം ഉണ്ടാവും കേട്ടോ. അടുത്തൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത് മോഷന്റെ കളറിൽ ചേഞ്ചസ് വരുന്നതാണ് കേട്ടോ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈ മോഷൻ ചേഞ്ച് പലർക്കും ഉണ്ടാകും. എൻ്റെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സിംറ്റമൊക്കെ ആയിട്ട് ഉണ്ടായതാണ് ഈ മോഷനിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച്. അതായത് ഈ മോഷൻ പോയത് കറുത്ത കളറിലായിരുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഇതെന്ത് ഈ കളർ, അങ്ങനെ ചിന്തിക്കുന്ന രീതിക്കായിരുന്നു മോഷൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഭയങ്കര ബ്രൗണിന്റെ എക്സ്ട്രീം ബ്രൗൺ ആയിട്ട് ഒരു ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു കളറിലായിരിക്കും പലർക്കും മോഷൻ പോകുന്നത് കേട്ടോ. ചില ആളുകൾക്ക് ഇതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് മോഷനിൽ ഇങ്ങനെ വ്യത്യാസം വരുന്നത്. മറ്റു ചില ആളുകൾ ആ ഒരു സമയത്തൊക്കെ സ്റ്റാർട്ടിംഗ് പീരീഡിൽ തന്നെ അയോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മോഷൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കളർ ചേഞ്ചസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കൊക്കെ അത് നോർമൽ ആകും കേട്ടോ. ചില ആളുകൾക്ക് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു വ്യത്യാസം ആ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കൂടുതൽ മോഷൻ പോകുമ്പോഴേക്കും ഗ്രീൻ കളറിലുള്ള ഒരു വ്യത്യാസം, ഒരു ഡയറക്റ്റ് ഒരു ഗ്രീൻ കളറല്ല, ഒന്ന് ഗ്രീനും കൂടി ഉണ്ടല്ലോ ഇതിലൊന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് മോഷൻ പോകുന്നത് കേട്ടോ. ഈ രീതിക്കൊക്കെയാണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ആ ഒരു സ്റ്റൂളിൽ വ്യത്യാസം വരുന്നത്. പ്രഗ്നന്റ് ആകുന്ന മെജോറിറ്റി സ്ത്രീകൾക്കും അവരുടെ ഒരു പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമസ്റ്ററിനുള്ളിൽ എപ്പോഴാണെങ്കിലും ഈ ഒരു ലക്ഷണം തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പുകച്ചിലുണ്ടാകും. കാരണം നമ്മുടെ ശരീരം ഒരുപാട് ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണത്. ഒരുപാട് പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം സ്ട്രഗിൾ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ഡൈജഷനും ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ മോഷൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പുകച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ എപ്പോഴാണ് കണ്ടുവരുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇംപ്ലാന്റേഷൻ നമുക്ക് നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിന് അകത്താണ്. ഈ ഒരു സമയം മുതൽക്ക് തന്നെ നമുക്ക് ആ ഒരു 11th ഡേയോ 9th ഡേയോ ഒക്കെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലക്ഷണം കാണാനായിട്ട് സാധിക്കും കേട്ടോ. സെക്കൻഡ് ട്രൈമസ്റ്ററിനെയും തേർഡ് ട്രൈമസ്റ്ററിനെയും ഒക്കെ അപേക്ഷിച്ച് സ്റ്റാർട്ടിംഗ് ട്രൈമസ്റ്ററിലായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഒരു ലക്ഷണം കാണുന്നത്. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലായിരിക്കും ലക്ഷണം കൂടുതലായിട്ട് കാണുന്നത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയങ്ങളിൽ ഏകദേശം ഒരു ലാസ്റ്റ്
ട്രൈമസ്റ്റർ ഒക്കെ ആയിട്ട് ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കുറേയും കൂടി എക്സ്ട്രീം ആയിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നത് കേട്ടോ. ഇനി ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യം ഇല്ല. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുക. ആ പ്രഗ്നൻസി മുൻപോട്ടേക്ക് പോകുന്ന ആ സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകളൊക്കെ ഒരുപാട് സഹായിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.